പണ്ടൊരു കാട്ടിലെ മരക്കൊമ്പിൽ ഒരു കിളിക്കൂടുണ്ടായിരുന്നു. അമ്മക്കിളി കൂട്ടിൽ മുട്ടയിട്ട് അതിന് അടയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുട്ട വിരിഞ്ഞ ഒരു സുന്ദരി കിളിക്കുഞ്ഞ് പുറത്തു വന്നു. അമ്മക്കിളിക്ക് ആകെ സന്തോഷമായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മക്കിളി കിളിക്കുഞ്ഞിന് ആഹാരം തിരഞ്ഞുപോയി. കിളിക്കുഞ്ഞ് കൂട്ടിൽ ഒറ്റയ്ക്കായി. അപ്പോഴാണ് കിളിക്കുഞ്ഞ് ഒരു കാഴ്ച കണ്ടത്. ആകാശത്ത് വളരെ ഉയരത്തിൽ ഒരു പരുന്ത് വട്ടമിട്ട് പറക്കുന്നു. അവൾക്കും പറക്കാൻ വലിയ ആഗ്രഹം തോന്നി. നേരം സന്ധ്യയായപ്പോൾ അമ്മക്കിളി തിരികെ കൂട്ടിലെത്തി. അമ്മേ, ഞാനിന്നൊരു കാഴ്ച കണ്ടമ്മേ. ഒരു പക്ഷി ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു. എനിക്കും അതുപോലെ പറക്കണം, കിളിക്കുഞ്ഞ് അമ്മയോടായി പറഞ്ഞു. നീ പറക്കാനായിട്ടില്ല, കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. അപ്പോൾ നിന്റെ ചിറകുകൾക്ക് ശക്തി വരും. അന്ന് നിനക്ക് ഉയരത്തിൽ പറക്കാം, അമ്മക്കിളി കുഞ്ഞിക്കിളിയെ ഉപദേശിച്ചു. അങ്ങനെ അല്ല അമ്മേ, എൻ്റെ ചിറകുകൾക്ക് ആവശ്യത്തിന് ശക്തിയുണ്ട്. എനിക്ക് തീർച്ചയായും ഉയരത്തിൽ പറക്കാൻ കഴിയും, കുഞ്ഞിക്കിളി പറഞ്ഞു. വേണ്ട വേണ്ട, പിടിവാശിയൊന്നും വേണ്ട. നിനക്ക് പറക്കാനുള്ള പ്രായമാകുമ്പോൾ ഞാൻ പറയാം, അമ്മക്കിളി കുഞ്ഞിക്കിളിയോട് ഉറപ്പിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അമ്മക്കിളി പതിവ് പോലെ തീറ്റ തേടിപ്പോയി. കുഞ്ഞിക്കിളി അത് നോക്കിയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ മെല്ലെ കൂട്ടിൽ നിന്നും പുറത്തിറങ്ങി. കുറച്ചു ദൂരം പറന്നപ്പോൾ തന്നെ അവളുടെ ചിറകുകൾ കുഴഞ്ഞ് അവൾ നിലത്ത് കുറ്റിക്കാട്ടിൽ മയങ്ങി വീണു. തിരികെ കൂട്ടിലെത്തിയ അമ്മക്കിളി കുഞ്ഞിനെ കാണാതെ ആകെ വിഷമിച്ചു. അവൾ എല്ലായിടത്തും തൻ്റെ കുഞ്ഞിനെ തിരഞ്ഞു. ഒടുവിൽ അമ്മക്കിളി ബോധമില്ലാതെ കിടക്കുന്ന തൻ്റെ കുഞ്ഞിക്കിളിയെ കണ്ടെത്തി. കിളിക്കുഞ്ഞിനെ കണ്ട അമ്മക്കിളിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ എങ്ങനെയൊക്കെയോ കിളിക്കുഞ്ഞിനെ തിരികെ തൻ്റെ കൂട്ടിലെത്തിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്ന കുഞ്ഞിക്കിളി ആദ്യം കണ്ടത് തൻ്റെ വിഷമിച്ചിരിക്കുന്ന അമ്മയെയാണ്. തൻ്റെ തെറ്റ് മനസ്സിലായ അവൾ അമ്മക്കിളിയോട് മാപ്പ് പറഞ്ഞു. ഇനി ഒരിക്കലും ഞാൻ അമ്മയുടെ വാക്കുകൾ അനുസരിക്കാതിരിക്കില്ല. ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് നൽകുന്നു. കുഞ്ഞെ, കുറച്ചു നാൾ കഴിഞ്ഞാൽ നിന്റെ ചിറകുകൾക്ക് ശക്തി വരും. അപ്പോൾ നിനക്ക് ഉയരത്തിൽ പറക്കാം, വളരെ മനോഹരമായി തന്നെ. അമ്മക്കിളി കുഞ്ഞിക്കിളിയെ ആശ്വസിപ്പിച്ചു. മുതിർന്നവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാം.